തീ പിടിച്ച് വരുന്നതേ ഉള്ളൂ കേട്ടോ. നല്ല തണുപ്പുണ്ട് രാവിലെ. നമുക്കിത് ഇവിടെ വന്നിരിക്കുമ്പോൾ ഒരു നല്ല സുഖമാണ്. തീയൊക്കെ പിടിച്ച് വരുന്ന സമയത്ത് രാവിലെ ആ തണുപ്പത്ത് വന്നിരിക്കുമ്പോൾ നല്ല സുഖമാണ് കേട്ടോ. നമ്മളിന്ന് അപ്പമാണ് ചുടാനായിട്ട് പോകുന്നത്. നല്ല റാഗി അപ്പം, റാഗി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. റാഗി അപ്പമാണ് കേട്ടോ ചുടാനായിട്ട് പോകുന്നത്. അത് നല്ല പുതിയ റാഗിയാണ് കേട്ടോ. ഇപ്പോൾ കൊയ്തെടുത്ത റാഗി, നല്ല ചുവന്ന റാഗിയുണ്ട്. നല്ല ടേസ്റ്റായിരിക്കും അങ്ങനത്തെ റാഗി. ആ റാഗി കൊണ്ട് നമ്മൾ ഇന്നലെ അരച്ച് വെച്ചതായിരുന്നു കേട്ടോ. റാഗി നമുക്ക് ഇവിടുന്ന് അടുത്തുനിന്ന് ഒരു ചേച്ചി തന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഇവിടെ ഒരുപാട് സ്ഥലങ്ങളിൽ റാഗി കൃഷിയൊക്കെ വളരെ കുറവാണ്. ചില സ്ഥലങ്ങളിലൊക്കെ മാത്രമേ ഉള്ളൂ, ഉള്ളിലോട്ടൊക്കെ അങ്ങനെ തന്നെയുള്ളൂ. അപ്പോൾ അവിടെ പോയിട്ട് അങ്ങനെ ഒരുപാടൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് കുഞ്ഞിനിടയ്ക്കിടയ്ക്ക് ഞങ്ങൾ റാഗി അപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കലുണ്ട്. ഈ റാഗി കുറുക്കൊന്നും കഴിക്കാത്തതുകൊണ്ടേ, അപ്പോൾ നമ്മൾ രാവിലത്തെ പലഹാരമായിട്ടൊക്കെ എല്ലാവർക്കും കൂടെ ആയിട്ടുണ്ടാക്കും. എല്ലാവരും കഴിക്കുന്നത് നല്ലതാണല്ലോ. അപ്പോൾ നമ്മളിവിടെ അടുത്തുള്ളൊരു ചേച്ചി പറഞ്ഞു അവിടെ ഉണ്ട് റാഗി, നല്ല റാഗി ഉണ്ട്, നല്ല പുതിയ ചുവന്ന റാഗി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൂട്ടിക്കൊണ്ട് പോയതായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ അവിടെ പോയിട്ട് റാഗി എടുത്തിട്ട് വന്നു. നല്ല ചുവന്ന റാഗി, ഒരുപാടൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അവർ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഈ എന്താ കൊടുക്കാനോ കച്ചവടം ചെയ്യാനോ അങ്ങനെയൊന്നുമല്ല റാഗി. അതിനുള്ള റാഗിയൊന്നുമില്ല, കുറച്ച് റാഗി ഉണ്ടായിരുന്നു. പിന്നെ ചേച്ചി തന്നെ നമുക്ക് വേറൊരു സ്ഥലത്ത് നിന്ന് കുറച്ച് റാഗി വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് ഒരു 10-20 കിലോ റാഗിയുണ്ട്. അപ്പം നമ്മളത് വിചാരിച്ചു, അത് റാഗി ചോദിച്ച് ഒരുപാട് പേരുണ്ട്. ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല റാഗി ചോദിച്ച് ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ വേണ്ടവർക്കുണ്ടെങ്കിൽ കൊടുക്കാമല്ലോ. അപ്പം നമുക്ക് അപ്പം ചൂടാം. നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, പിന്നെ കുമളയൊക്കെ കണ്ടിട്ടേ. കാസ്ട്രോൾ പുതിയതാണ് കേട്ടോ, സ്റ്റീലിൻ്റെ തന്നെ പുതിയ കാസ്ട്രോളാണ്. ഇവിടുത്തെ നേരത്തെ ഒന്നുണ്ടായിരുന്നു കേട്ടോ സ്റ്റീലിൻ്റെ. നമുക്ക് വേറുള്ള ഇതിനെക്കാട്ടി നല്ല കാസ്ട്രോൾ എപ്പോഴും സ്റ്റീലിൻ്റെ ആണെങ്കിൽ വേറെ ഇതൊന്നും നമുക്ക് നല്ല വൃത്തിയായിട്ട് കഴുകിയൊക്കെ എടുക്കുക, നല്ല ചൂടൊക്കെ നിൽക്കുക, നല്ലതാണ്. നേരത്തെ ഉണ്ടായിരുന്നത് ഉള്ളിങ്ങനെ ഇത് നല്ല കട്ടിയൊക്കെ ഉണ്ടായിരുന്നു, നല്ല കാസ്ട്രോളായിരുന്നേ. കുറേ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്. ഉള്ളു പൊങ്ങി വന്നു ഉണ്ട്, നല്ല ഇതായിട്ട് പൊങ്ങി വന്നു. ഞാൻ ഉപയോഗിക്കാൻ കൊള്ളത്തില്ല. നല്ല കാസ്ട്രോളായിരുന്നു, ഞങ്ങൾ ഒരുപാട് വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നായിരുന്നു. അപ്പോൾ ഞാൻ പുതിയതൊന്ന് വാങ്ങിയതാണ്. ഞാൻ സ്റ്റീലിൻ്റെ തന്നെ വാങ്ങി. മറ്റതും ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട് കേട്ടോ, പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ. പക്ഷെ എപ്പോഴും നല്ല സ്റ്റീലിൻ്റെ, അത് കഴുകാനൊക്കെ ഭയങ്കര എളുപ്പം. മറ്റേതാണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ നമ്മൾ സൂക്ഷിച്ചൊക്കെ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ വേഗം നാശമാവും കാസ്ട്രോൾ. ഇതാണെങ്കിൽ ഫുള്ള് നല്ല ഫിനിഷിങ്ങിലായിരിക്കും ഉണ്ടാവുക, നല്ല ചൂട് നിൽക്കും. കല്ല് നല്ല ചൂടായിട്ടുണ്ടേ, നമ്മുടെ പുതിയ കല്ല്. കുഴപ്പമൊന്നുമില്ല കേട്ടോ, കല്ല് ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം ഇപ്പോൾ ദോശയും അപ്പവും ഒക്കെ ആയിട്ട് ചുട്ടിട്ടുണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ല. ഇച്ചിരി വെള്ളം അധികമായി പോയിട്ടുണ്ടേ, അതാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. അരച്ച് വന്നപ്പോൾ നല്ല തണുപ്പായിരുന്നു. അപ്പോൾ ഈ തേങ്ങ ഒന്ന് അരഞ്ഞ് വരാൻ വേണ്ടിയിട്ട് തേങ്ങ ഞാൻ ചതഞ്ഞ് കിടക്കുമായിരുന്നേ. ഇച്ചിരി നല്ല ചൂടുവെള്ളം ഒഴിച്ചതാണ്, ഈ വെള്ളം അധികമായി. നമ്മൾ റാഗിയപ്പം അരയ്ക്കാനായിട്ടേ നമ്മൾ സാധാരണ അപ്പത്തിന് അരയ്ക്കുന്ന പോലെ തന്നെയാണ്. ഇനി നമ്മൾ ചോറൊക്കെ അരയ്ക്കുമല്ലോ, നമ്മൾ സോഡാപ്പൊടി ഇടലില്ലേ, സോഡാപ്പൊടി ഈസ്റ്റോ അങ്ങനത്തെ ഒന്നും അപ്പം അരയ്ക്കുന്ന സമയത്ത്, അപ്പത്തിന് ദോശയ്ക്ക് അങ്ങനത്തെ ഒന്നിനും ഇടലില്ല. അപ്പം ചോറ് തന്നെ ഇട്ടിട്ടാട്ടോ അരയ്ക്കില്ലേ. അപ്പോൾ ചോറിട്ട് അരയ്ക്കുന്ന സമയത്ത് ചോറ് കുറച്ച് കുറയ്ക്കും. പിന്നെ നല്ല റാഗി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ജീരകം, തേങ്ങ, ഇച്ചിരി ചോറ്, ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടാട്ടോ അരച്ചെടുത്തിരിക്കുന്നത്. അപ്പം ചുട്ട് കഴിയാറായിട്ടോ. നമുക്ക് ഇനി മുറ്റടിക്കാനായിട്ട് വന്നു. മുറ്റൊന്ന് അടിച്ചിട്ടിട്ട് കുറച്ച് പണികളൊക്കെ ഉണ്ടെന്ന്. അപ്പം കഴിഞ്ഞു. അപ്പോൾ പറ്റാൻ തരാട്ടോ രണ്ടുപേർക്കും. കുഞ്ഞുങ്ങളെ തന്നെ ഭക്ഷണം കഴിച്ച് ശീലിക്കാൻ നല്ലതാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു ചെയറുണ്ടെങ്കിൽ ഇതാകുമ്പോൾ അവർ അത് തന്നെ ഇരുന്ന് കഴിച്ച് ശീലിച്ചോളും. തനുവിൻ്റെ ചെയറാണ് കേട്ടോ ഇത്, തനുവിന് വാങ്ങിയതായിരുന്നു. തുളസിക്കൊട്ടിനുണ്ട്. മാഡം ഞാൻ കൈമാറാം. ഇത് ഇവൻ്റെ അല്ലെങ്കിൽ പാത്രം ഇതിൻ്റെ അത് വെച്ച് കൊടുത്താൽ പത്തി ഇറങ്ങാൻ എങ്ങനെയും കളയാനുള്ള ശ്രമം. ഇതാകുമ്പോൾ റാക്കുവാ, അതിൻ്റെ പിടിച്ചിരുന്നോളൂ. മറിച്ചുകൊണ്ട് ഇച്ചിരി മുറിച്ച് കൊടുക്കട്ടെ. തരും ചൂട് ചൂട്
ചൂടായതുകൊണ്ട് കിണറ് കൊണ്ടാ ചൂടാണേ. കഴിക്കുന്നത് വേണ്ട അവ കഴിച്ചു. കൈ മാറ്റാവോ? കടക്കറി വെച്ച് തന്നായിരുന്നേ. ചൂടാ കുഞ്ഞാ ഒന്നെടുക്കും. പിന്നെ 2-3 ഒരുമിച്ച് വെച്ച് കൊടുത്താലേ അപ്പോൾ ബാക്കിയുള്ള എടുത്ത് താഴെ കളയും. ഒന്ന് മാത്രമേ പാടുള്ളൂ. കഴിക്ക്. തന്നെ കുഞ്ഞിന് തന്നെ ഭക്ഷണം കഴിക്കാൻ ഇതേപോലെ കൊടുത്തിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ കുഞ്ഞിന് നമ്മൾ കഴിക്കാൻ കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് എന്താണ് രാവിലെ വീട്ടിലുണ്ടാക്കുന്നത്, പുട്ടാണെങ്കിൽ പുട്ട് അത് ഇതേപോലെ പാത്രത്തിൽ വെച്ച് കൊടുക്കും. ആൾ കുറേ കളയും, പിന്നെ കുറേ കഴിക്കും. അങ്ങനെയാണ് ശീലിച്ചേക്കുന്നത് കഴിക്കാൻ, തന്നെ കഴിക്കാനായിട്ട്. അതുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ കഴിച്ചായ പിന്നെ കുഞ്ഞിനുള്ള ഭക്ഷണം കുഞ്ഞിന് വെച്ച് കൊടുക്കും. ആൾ വേണ്ടതൊന്നും കഴിക്കും കേട്ടോ. ഋഷിക്കൂട്ടനും അതേപോലെ തന്നെ രാവിലെ ദോശയാണെങ്കിൽ ദോശ അതിച്ചിരി കടലയൊക്കെ കൊടുക്കും. കുറേ കടലയിൽ ആയി കിട്ടും. പിന്നെ നമ്മൾ കഴിച്ചിട്ടുള്ള തോന്നാൻ ഇത്തിരി കഴിയുമ്പോൾ നമ്മൾ കൊടുക്കും കേട്ടോ. ആദ്യത്തെ അവർ തന്നെ കഴിക്കുമ്പോൾ വിശപ്പുള്ള സമയത്ത് കൊടുക്കുമ്പോൾ അവർ തന്നെയാണ് നമ്മൾ കഴിച്ചോളൂ. ഇഷ്ടപ്പെട്ടോ അപ്പം ഇഷ്ടപ്പെട്ടോ? കുഞ്ഞിന് ഇഷ്ടപ്പെട്ടോ? നല്ലതാണോ? നല്ല ചൂട് നിൽക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് അളവ് നിൽക്കുന്നുണ്ട്. തണുപ്പല്ലേ പുറത്ത്, എന്നാലും ചൂടുണ്ട് ഇപ്പോഴും. മുറ്റത്തിപ്പോഴേ 2 വണ്ടി കേട്ടോ കിടക്കുന്നത്. പണ്ടും വന്ന സമയത്ത് അങ്ങനെ വിളിച്ചുകൊണ്ട് വന്നതാണ്. പിന്നെ നമ്മൾ ഈ പുതിയ വണ്ടി കൊണ്ടുവന്നിട്ട് ഇവിടെ ഇടലൊന്നുമില്ല കേട്ടോ. വലിയവരെ തന്നെ അത് ഇടല്. അങ്ങനെ പോകലൊന്നുമില്ല. നമ്മുടെ പഴയ വണ്ടിയൊക്കെ എടുത്തിട്ടാണ് എല്ലായിടത്തും പോകലും. ദൂരെയൊക്കെ പോകുമ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് മാത്രമേ പുതിയ വണ്ടി എടുക്കുകയുള്ളൂ. അണ്ണനുണ്ടായിരുന്നെങ്കിൽ അണ്ണൻ വണ്ടിയൊക്കെ എടുത്ത് പോകുന്ന സാധാരണ. പക്ഷെ ഇപ്പോൾ വയ്യാത്തതുകൊണ്ട് സർജറി കഴിഞ്ഞിരിക്കുന്നതുകൊണ്ടാട്ടോ 2 വണ്ടി ഇവിടെ കിടക്കുന്നത്. അപ്പോൾ എന്താ ആവശ്യത്തിന് ഉണ്ണയുടെ വണ്ടി എടുത്ത് പോയി 2 ഇവിടെ കൊണ്ടിട്ടു. പക്ഷേ ഈ പുതിയ വണ്ടി ഇങ്ങനെയൊക്കെ നാശമായിപ്പോൾ. ഇവിടെ പ്രത്യേകിച്ച് ഇവിടുത്തെ ഈ റൂട്ടിലൊക്കെ ഫുള്ള് കാടായിരിക്കും കേട്ടോ. നമ്മൾ ഇവിടുത്തെയൊക്കെ റൂട്ടിൽ കൂടെ ഓടിക്കുമ്പോൾ വണ്ടിയുടെ സൈഡൊക്കെ ഒരഞ്ഞ് വണ്ടി തന്നെ പുതിയ പെയിൻറ്റും കാര്യങ്ങളൊക്കെ പോറൽ വരും വേഗം. ഇവിടെ കൊണ്ടുവന്നിട്ട് പിന്നെ വെയിലത്തും കൊണ്ടുവരണം. അതുകൊണ്ട് പിന്നെ ഇവിടെ അങ്ങനെ കൊണ്ടിടലില്ല. കല്യാണ വീട്ടിൽ അത് കൊണ്ടിടണം. പോകുമ്പോൾ നല്ല ചെറിയൊരു വെയിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടേ. സമയത്ത് മുറ്റടിക്കാൻ നല്ല സുഖമാണ്. തണുപ്പൊക്കെ മാറിയിട്ടേ ചെറിയൊരു വെയിലൊക്കെ വരുമ്പോൾ എന്തോ കടല തീർന്നു പോയോ? ഇപ്പം തരാവേ. തണുപ്പത്തേ പൂച്ച വെയിൽ നോക്കി വന്ന് ഇരിക്കുവാണേ. മീൻ തലയൊക്കെ കിട്ടി കഴിച്ചിട്ട് ഇതേപോലെ തന്നെ വെയിലിച്ച് നല്ല ഉറക്കമായിരിക്കും ആൾ. എന്നിട്ട് പിന്നെ ഒരു എഴുന്നേറ്റൊരു കളിയുണ്ട്. തണുപ്പായിട്ടുണ്ടല്ലോ ഒന്ന്. കഴിക്കാനായിട്ട് പോവുകയാണ് ഇനി. അപ്പവും കടലക്കറി. നല്ല അപ്പമാണ് കേട്ടോ. റാഗി നല്ല പുതിയ റാഗിയുടെ നല്ല അപ്പം. നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനൊക്കെ ആർക്കെങ്കിലും വേണമെങ്കിൽ പറയണേ. ഒരു 10-20 കിലോ റാഗി ഉണ്ട്. നല്ല റാഗി. നമ്മുടെ വാട്സപ്പ് നമ്പർ ഉണ്ടല്ലോ, അതിലൊന്ന് ഓർഡർ ചെയ്താൽ മതി. പിന്നെ നമ്മളോട് ഒരുപാട് പേര് ചാമയൊക്കെ ചോദിക്കുന്നുണ്ട്. ചാമ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ സമയം കഴിഞ്ഞതാണ്, കൊയ്ത്തൊക്കെ കഴിഞ്ഞാണ്. പിന്നെ കൂടുതലും ഇങ്ങനെ ഈ കൊടുക്കാനായിട്ടല്ലാതെ ഇവർ കൃഷി ചെയ്യുന്നത് കേട്ടോ. ആൾക്കാർ ചിലവർ മാത്രമേ ഉള്ളൂ കൊടുക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ അവർ കണ്ടുപിടിക്കണം. അത് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അല്ലാതെ വീട്ടാവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് ഇച്ചിരി കിട്ടുള്ളൂ.
ചുമ ഒരുപാട് പേര് ചോദിക്കുന്നു. ഈ ഷുഗറിനൊക്കെ കഴിക്കുന്നത് നല്ലതായതുകൊണ്ടേ എങ്ങനെയും കുറച്ചെങ്കിലും അയച്ചു തരാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട്. കിട്ടുവാണെങ്കിൽ തരാം കേട്ടോ. വെള്ളം ഒന്ന് തിരിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. നമ്മൾ മുകളിൽ നിന്ന് ഓസ് ഇട്ടേക്കുന്നതിന് അപ്പം അതിൽ നിന്ന് തന്നെ ഇപ്പോൾ സ്ഥിരം വെള്ളം എടുക്കുന്നത് നമ്മുടെ ടാങ്കിൽ അത് തന്നെ വന്ന് നിറയും. വെള്ളം തീരുന്നതിനനുസരിച്ച് നിറയും കേട്ടോ. അപ്പോൾ അവിടെ ഇപ്പോൾ കല്ല് വന്ന് അടയുക. നമ്മൾ ആ ഒരു കുഴി പോലെയൊക്കെ ആക്കിയത് ഒരു മഴയും അല്ലെങ്കിൽ കുറച്ച് നാളിങ്ങനെ കഴിയുമ്പോഴത്തേക്ക് ആ കുഴിയൊക്കെ മൂടിപ്പോവും. ഒഴുകി മണലൊക്കെ വന്നിട്ട് ഇപ്പോൾ അവിടെ ഒരു കുഴിയില്ലാത്തതുകൊണ്ട് കല്ല് ഓസിൽ കൂടെ കയറി വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓസ് അടയുന്നുണ്ട്. അപ്പോൾ ഒന്ന് കുഴിയൊക്കെ ഒന്ന് ആക്കി ഓസ് ഒന്ന് വെള്ളം തിരിച്ചു വിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുകളിൽ പോവുകയാണ് കേട്ടോ. നമ്മുടെ ഇവിടെ നിന്ന് കുറച്ചങ്ങ് പോകണം. കുറച്ച് മുകളിലായിട്ടാട്ടോ ഈ ഓസ് ഇട്ടേക്കുന്നത്. ഒരു മലയുടെ ഒരു താഴ്ഭാഗമായിട്ടാണ്. എന്നാലും ഇവിടുന്ന് കുറച്ചങ്ങ് കയറി പോകണം കേട്ടോ. വെള്ളം തിരിക്കാനായിട്ട് പോകുന്ന വഴിക്ക് ഒരു വാഴച്ചുണ്ട് കണ്ടു കേട്ടോ. ഒരു ഇതിൽ 2 വാഴച്ചുണ്ട്. അതിൽ പഴമൊക്കെ ഉണ്ടായതായിരുന്നു, പക്ഷെ അതൊക്കെ മൊത്തം പോയി. കായ ഉണ്ടായിരുന്ന മൊത്തം കുരങ്ങന്മാർ കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടെ നല്ല കുരങ്ങൻ്റെ ശല്യമുള്ള സ്ഥലമാണ്. ചുറ്റും കുറേ കാടും പറമ്പുള്ളവരൊന്നും കാടൊന്നും വിട്ടത് അങ്ങനെ നല്ല ഫോറസ്റ്റ് മുകളിലോട്ട് ഫോറസ്റ്റല്ല ഫുള്ള് കാട് പിടിച്ചെടുക്കുക. അതുകൊണ്ട് കുരങ്ങന്മാരൊക്കെ നന്നായിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരുമേ. കയ്യിൽ 2 പഴമൊന്നുമില്ല, വാഴച്ചുണ്ട് നോക്ക് 2 നമ്മൾ വെള്ളം തിരിക്കാനുള്ള സ്ഥലത്തെത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നല്ല വെള്ളമുള്ള സ്ഥലം, മലയുടെ മുകളാണേലും ചില സ്ഥലങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് ഉറവയുള്ള സ്ഥലങ്ങൾ. അത് ഇതിൻ്റെ ചുറ്റോട് പിന്നെ ഇതിൻ്റെ മുകളിലോട്ട് മലയായതുകൊണ്ടാണ് ഇവിടെയും വെള്ളം കിട്ടുന്നത്. ഇവിടെ ഒരു കുളമൊക്കെ ഉണ്ട്, നിറഞ്ഞ വെള്ളമാണ് കേട്ടോ. നല്ല ആഴമുള്ള നല്ല ആമ്പലൊക്കെ ഉണ്ട്. ഇപ്പോൾ ആമ്പൽപ്പൂവൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ കൂവക്കാടിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ ഓസ് ഇട്ടേക്കുന്നത്. എപ്പോഴും എത്ര വേനലിലും വറ്റാത്ത വെള്ളമുള്ള സ്ഥലമാണ് കേട്ടോ ഇത്. ചിലപ്പോൾ ഇവിടുത്തെ ഈ കൂവയൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂവയുള്ളതുകൊണ്ട് നമുക്കങ്ങനെ വെള്ളം കിട്ടുന്നത്. അപ്പോൾ കൂവയുടെ കുറച്ച് വെട്ടിയൊക്കെ മാറ്റിയിട്ടാണ് അന്ന് ഓസിട്ടുണ്ടായിരുന്നത്. ഒരു മഴയത്തായിരുന്നു അന്ന് ഓസിട്ടുണ്ടായിരുന്നത്. നല്ല മഴയത്ത് കറണ്ടില്ലാതെ 3-4 ദിവസമൊക്കെ പിന്നെ നമ്മളിവിടുന്ന് ഒരു റോഡൊക്കെ വെട്ടുന്നതായിട്ട് ഓസൊക്കെ എടുത്ത് മാറ്റിയേക്കുമായിരുന്നു. അപ്പം വെള്ളം ഇല്ലാണ്ടായി കഴിഞ്ഞിട്ട് പിന്നെ ഒരു വഴിയില്ലാതെ കറണ്ടും വരുന്നില്ല. 4 ദിവസമൊക്കെ കഴിഞ്ഞ് അവസാനം ഞങ്ങൾ വന്നിട്ട് ഓസിട്ട് 5 ദിവസം കണ്ട് കഴിഞ്ഞിട്ടാണ് തോന്നുന്നു പ്രാവശ്യം കറണ്ട് വന്നത്. വീട്ടിൽ വെള്ളമൊന്നും ഇല്ലാണ്ടായപ്പോൾ പിന്നെ അന്ന് വലിയ ഓസൊക്കെ ഇട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ കുഴിയൊക്കെ അടഞ്ഞപ്പോൾ ഒരുപാട് നാളായി. പിന്നെ ഇപ്പോൾ തിരിക്കട്ടെ. ഈ കൂവ ഇതാണ് കാട്ടുകൂവ. എന്നിട്ട് നമ്മുടെ കലാത്തിയെ ലൂട്ടി വെച്ചപ്പോൾ പറഞ്ഞാൽ കാട്ടുകൂവ കൊണ്ട് വെച്ചേക്കുക. ഏതാണ്ട് ഇതേപോലെ തന്നെ, ഇത്ര വലുപ്പം വെക്കില്ലാന്നേ ഉള്ളൂ. പിന്നെ കുറച്ചുകൂടെ വലിയ ഇലയും. കുഴി അത്യാവശ്യം നല്ല കുഴിച്ചെടുക്കുന്നുണ്ട്. എന്നാലും അടിയിൽ കല്ലൊക്കെ ഒന്ന് പെറുക്കി മാറ്റി ചെളിയൊക്കെ കുറേ വാരിക്കളയണം. കല്ല് വെച്ച് സൈഡിൽ നിന്ന് കെട്ടാൻ പോവുകയാണെ. അപ്പോൾ ഒരുപാട് ചെളി വന്ന് അങ്ങനെ അടയത്തൊന്നുമില്ല. ആ കുഴിയായിട്ട് തന്നെ നിൽക്കും. ഇച്ചിരി കല്ലൊക്കെ ഇളക്കി കൊടുക്കുവാണെങ്കിൽ നമുക്കൊന്ന് അത് കുഴി ഒന്ന് കെട്ടാനായിട്ടേ. ഭയങ്കര സെറ്റപ്പായിട്ടുള്ള കെട്ടലൊന്നുമല്ല, എന്നാലും ചെളി ഇളകി വരാത്ത പോലെ കിട്ടുക. ചെളി ഇളകി വന്നതിന് പിന്നെ അടിയത്തെ കുഞ്ഞു കല്ലൊന്നും ഉരുണ്ട ഓസി കൂടെ കയറി വരത്തില്ല. സൈഡ് വഴിയൊക്കെ കല്ലുണ്ട്. പിന്നെ നേരത്തെ ഒക്കെ ഇട്ടിട്ടുള്ള പണ്ടൊക്കെ ഇട്ടിട്ടുള്ള കുറേ ഓസും എല്ലാം ഉണ്ട്. അപ്പുറത്ത് വെച്ചാൽ മുകളിൽ സൈഡിലെ വെള്ളം ഒഴുകി വരുന്ന സ്ഥലത്ത്, അവിടെ ആ വെള്ളം ഒഴുകി വരുന്നിടത്ത് കല്ലൊന്നും ഒരുപാട്. ഇവിടെ ആ വെള്ളം ഒഴുകി വരുന്ന സ്ഥലമില്ല. ഒരുപാട് കല്ല് ഒരു ഒഴുകി വരാതെ തടഞ്ഞു നിൽക്കും അവിടെ. ഈ കിടക്കുന്ന കല്ലൊക്കെ അടിയിൽ വെക്കാൻ വേണം എനിക്ക് കല്ല്. അടിയിൽ കല്ലുണ്ടെന്ന് തോന്നുന്നു. കയറുന്നുണ്ടോ? ഓസിപ്പം നമ്മൾ പൊക്കി ഇത്രയും നേരം വെച്ചിട്ടൊന്ന് ഇനിയിപ്പോൾ വെക്കുമ്പോഴേ ചിലപ്പോൾ ഒന്ന് താഴെ വലിച്ചു വിടേണ്ടി വരും. ചിലപ്പോൾ ആ ഒരു പ്രഷറിൽ നല്ല താഴോട്ടാണ് കിടക്കുന്നത്. വലിയ ഓസും ആയതുകൊണ്ട് ചിലപ്പോൾ ആ പ്രഷറിൽ അങ്ങനെ പോവും. നമ്മൾ 2 ഓസായിട്ടാണ് ഇട്ടേക്കുന്നത്. ഒരു വലിയ ഓസും പിന്നെ ഇതിൻ്റെ താഴ്ന്ന് ചെറിയ ഓസും. അപ്പോൾ നല്ല പ്രഷറിൽ നമ്മുടെ വീട്ടിലോട്ടൊക്കെ വെള്ളം കയറാൻ വേണ്ടിയിട്ട്, നല്ല ഫോഴ്സിൽ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചിലപ്പോൾ ഓസ് തുറന്നിട്ടേക്കുന്നതുകൊണ്ട് ചിലപ്പോൾ വെള്ളം കയറി നോക്കണം. വെള്ളം കയറുവാണെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ അറിയാൻ പറ്റും അവിടെ നിന്ന് വെള്ളം വലിക്കണത്. ഇനി തെളിഞ്ഞ് വരണം കേട്ടോ. അപ്പോൾ ആ സൈഡിൽ അപ്പുറ സൈഡിലാണ് ഏറ്റവും കൂടുതൽ ചെളിയുള്ളത്. അവിടെ കൂവ കൂടുതലായിട്ടുള്ളതും ഉറവ വെള്ളം ഇങ്ങനെ ഊറി വരുന്നത്. ഒരുപാട് മുകളിൽ നിന്ന് വരുന്ന ചാലൊന്നും അല്ല, തൊട്ടടുത്ത് നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്.
പക്ഷെ നല്ല ഉറവയുള്ളതായതുകൊണ്ട് ഈ പരിസരത്ത് ഫുള്ള് വെള്ളം ഉള്ളതുകൊണ്ട് അങ്ങനെ ഈ വെള്ളം നന്നായിട്ട് വരുന്നേ ഉള്ളൂ. ചിലപ്പോൾ ഉറവാന്ന് പറഞ്ഞാൽ കുറച്ച് ഉറവയിലൊക്കെ ഉണ്ട്. അവിടെ നിന്ന് അത്യാവശ്യം നല്ല ഉറവയുണ്ട് ഇവിടെ. ഇനിയിപ്പം നമുക്ക് ആ സൈഡിൽ നിന്ന് ചെളി ഒരുപാട് ഒഴുകി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നിറയെ കല്ലൊക്കെ വെച്ച് കൊടുത്തേക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ വെള്ളം തെളിയും, നമ്മൾ താഴെ എത്തുമ്പോഴത്തേക്ക് വെള്ളം തെളിയും, കുഴപ്പമില്ലാത്ത രീതിയിൽ ഒഴുക്കുമുണ്ട്. ഇപ്പോൾ കല്ലൊക്കെ വെച്ച് ഫുള്ള് റെഡിയാക്കി കേട്ടോ. ഓസും വെച്ചു, ഓസും ഇട്ട് പിന്നെ ഈ സൈഡിലും കുറച്ച് കല്ലൊക്കെ വെച്ചൊന്ന് അടച്ചു കൊടുത്തു. ഒരുപാട് വെള്ളം ഒഴുകി പോകാത്ത പോലെ ചെറുതായിട്ടൊന്നും കെട്ടി നിൽക്കുന്ന പോലെ, എന്നാലും വെള്ളം ഒഴുകുന്നുണ്ട് കേട്ടോ. കുഴപ്പമില്ല. ഇനിയിപ്പോൾ താഴെ പോയിട്ടൊന്ന് വലിച്ച് വിടണം. ഇപ്പോൾ വെള്ളം പോകാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ. വെള്ളം പോകാൻ തുടങ്ങിയിട്ടില്ല. ഒന്ന് വലിച്ചു വിട്ടിട്ട് അതൊന്ന് കുത്തിയിട്ട് വേണം ഇനി വീട്ടിലോട്ട് പോകാനായിട്ട്. ഞങ്ങളൊന്ന് പല്ലിയിറക്കി പോവുകയാണേ. പല്ലിയിറക്കി ധനുവിനൊന്ന് കൊണ്ടുവിടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ധനുവിനെയും കൊണ്ടുവിടുന്നുണ്ട്, കുഞ്ഞിനെയും കുറച്ച് നേരത്തേക്ക് അവിടെ വിടുന്നുണ്ട്. പിന്നെ നമുക്ക് ഇച്ചിരി കപ്പയും ചേനയൊക്കെ ഉണ്ട് അവിടെ, ആത്തക്കയും ഉണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് പറിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ്. രാവിലെ തന്നെ പോവുക, അങ്ങോട്ട് പോയിട്ട് പറിച്ചിട്ട് വരാവേ. ഞങ്ങൾ ചേനയും കപ്പയും പറിക്കാനായിട്ട് പോവുകയാണേ. നമ്മുടെ വീടിൻ്റെ താഴെയായിട്ടാണ്. ഏതാ പറിക്കുക ചേന? വലുത് നോക്കി അങ്ങ് പറിച്ചാലോ? വലുത് നോക്കി പറിച്ചാലോ? കുറച്ച് ചേനകൾ നിൽപ്പുണ്ട് കേട്ടോ. നമ്മൾ ഈ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് നിർത്തിയേക്കുന്ന ചേനകളാണ്. അത് എന്താ വീട്ടിലെ തൊട്ട് താഴെയായിട്ട് നിൽക്കുന്നത്. കുറച്ച് വാഴയൊക്കെ ഉണ്ട്, അതിൻ്റെ അടുത്ത് കൂടെയാണ് നിൽക്കുന്നത്. ഇതിൽ ഒരുപാട് വലുപ്പമൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. തന്നെ മുളച്ച് വന്നതാ ആണോ? പന്നി കുത്തിയതാണിത്. കഴിഞ്ഞ വർഷം, കഴിഞ്ഞതിന് മുന്നത്തെ വർഷമൊക്കെ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷമൊന്നും അങ്ങനെ കിട്ടിയിട്ടില്ല. മണ്ണ് കൂട്ടി കൊടുത്ത് നന്നായിട്ടുണ്ടായേനല്ലേ. മണ്ണ് നല്ല ഉറച്ച മണ്ണായിരുന്നേ. അതുകൊണ്ട് വലിയ വലിപ്പമൊന്നുമില്ല ചേനയ്ക്ക്, വലിപ്പം കുറവ് തന്നെയാണ്. ഇത് പന്നി കുത്തി കളഞ്ഞിട്ട് തനിയെ മുളച്ച് വന്നേക്കുന്ന രണ്ടാമത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മണ്ണ് കൂട്ടി കൊടുക്കുകയൊന്നും ചെയ്തിട്ടില്ല. ഒരുപാട് വലിപ്പമൊന്നുമില്ലാത്ത നല്ല ചേന, നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇങ്ങനത്തെ കുഞ്ഞു ചേനകൾ. ഇവിടുന്ന് തന്നെ കപ്പയും കൂടെ പറിക്കുന്നുണ്ട് കേട്ടോ. വീടിൻ്റെ ഇപ്പുറത്തുനിന്ന് തന്നെയാണ്. മണ്ണ് ഭയങ്കര ഉറപ്പാണ്. വലിയ കുഞ്ഞ് കപ്പതാണ്ട. ഇതിൻ്റെ അകത്ത് കപ്പ ഉണ്ടാകുമെന്ന് അറിയില്ല. ഇവർ പറഞ്ഞ കപ്പ ഉണ്ടായിരുന്നു എന്ന്. എലിയൊക്കെ തിന്നിട്ട് പോയിട്ടുണ്ടല്ലോ. ഉണ്ണിയേട്ടന് ഇന്ന് എവിടേക്കോ പോകാനുണ്ട്, തിരക്ക്. അപ്പം എന്നെ കൊണ്ട് കളിക്കാൻ സമ്മതിക്കുന്നില്ല. ഉണ്ണിയേട്ടൻ തിരക്ക് പിടിച്ച് കളിച്ച് പറിച്ചെടുക്കുവാണേ. ഇപ്പുറ സൈഡിലാണ്, ഇപ്പുറ സൈഡിലാന്നേ. കപ്പ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ദർശനം കപ്പയൊന്നും കാണിച്ചാടാ. പൊക്ക് നമുക്ക് ഒരു പുഴുങ്ങലിനുള്ള കപ്പയുണ്ട്. സൂപ്പർ സൂപ്പർ. പുഴുങ്ങലിനുള്ള ആവശ്യത്തിനുള്ള കപ്പ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് മണ്ണൊക്കെ തട്ടി നമുക്കൊന്ന് ഒടിച്ചുകൂടെ എടുക്കാവേ. നല്ല കിഴങ്ങ് കേട്ടോ, നല്ല ഉരുളൻ കിഴങ്ങ്. ഇങ്ങനത്തെ കിഴങ്ങ് വാങ്ങണം നമ്മൾ എപ്പോഴും കപ്പയൊക്കെ എടുക്കുമ്പോൾ പറയാറുണ്ട്. ഒരുപാട് നീളമൊന്നും ഇല്ലാതെ ഉരുളൻ കിഴങ്ങ് ഇത് വരില്ല. കപ്പയും ചേനയും പറിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിനി വീട്ടിലേക്ക് പോവുകയാണേ. ആത്തേക്ക് പറിച്ചിട്ടില്ല, ആത്തേക്ക് പിന്നെ പറിക്കാം. പിള്ളേരെ കൂട്ടാനൊക്കെ വരുമ്പോഴത്തേക്ക് പറിക്കാം. കപ്പയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കപ്പയൊന്നും നമുക്കിനി പാൽക്കപ്പയാക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തോലൊക്കെ പൊളിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് എടുത്ത് വേവിച്ചൊക്കെ എടുക്കണം. ചിക്കനും വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ചിക്കൻ വരട്ടുകയാണ് ചെയ്യുന്നത്, കറി ആക്കുകയല്ല ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് സാധാ ചിക്കൻ കറി വെക്കുന്ന പോലെ തന്നെ നമ്മൾ പിന്നെ വെള്ളമൊഴിച്ച് വേവിച്ച് ചാറാക്കുന്നില്ല. പകരം ഉള്ള വെള്ളത്തിൽ, ചിക്കൻ്റെ വെള്ളത്തിൽ തന്നെ ഒന്ന് വരട്ടിയെടുക്കുന്നു. ഒന്നേ കടുകൊക്കെ ഒന്ന് വറുത്തെടുക്കട്ടെ. അങ്ങനെ പൊടികളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടി ഇങ്ങനത്തെ ഒരു പാത്രം മേടിച്ചു. സാധാരണ ഉള്ളിൽ നിന്ന് പോയിട്ട് പാത്രങ്ങൾ എടുത്തിട്ട് വരികയാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു ഷെൽഫ്, ഇവിടെ അടുക്കള റെഡിയാക്കിയപ്പോൾ തന്നെ വിചാരിച്ചായിരുന്നു ഒരു ഷെൽഫ് പോലെ ചെയ്യണമെന്ന്. പക്ഷെ നമ്മൾ അതിനുള്ള സാധനമൊക്കെ വാങ്ങിക്കൊണ്ട് വെച്ചു. എന്നിട്ട് പിന്നെ
അത് ചെയ്തു തരാനായിട്ട് ആൾ വന്നില്ല കേട്ടോ. പിന്നെ കുറേ നാളിരുന്നു. പിന്നെ നമ്മൾ ഈ ഓർഡറൊക്കെ എടുക്കുമ്പോഴേ അതിൻ്റെ സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് ഒരു ടേബിൾ വേണമായിരുന്നു. നമുക്ക് പാക്ക് ചെയ്യാനായിട്ട് അത്യാവശ്യം വലിയൊരു ടേബിൾ വേണമായിരുന്നു. പിന്നെ നമ്മൾ ആ ഒരു സംഭവം വെച്ച് ടേബിൾ ചെയ്ത് മുകളിൽ ഇതുകൊണ്ട് ഇവിടെ ഒന്നും വെക്കാനായിട്ടുള്ള ഒന്നും സൗകര്യമില്ല. അപ്പോൾ ഇതേ ഒരു പാത്രത്തിലെല്ലാം കൂടെ വരുന്ന പോലെ എടുത്തു കേട്ടോ. ഇതിനകത്ത് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കടുകൊക്കെ ഇതിൻ്റെ അകത്ത് തന്നെ ഇട്ടെടുത്തു. അപ്പോൾ ഈ ഒരൊറ്റ പാത്രം എടുത്തിട്ട് വന്നാൽ മതിയല്ലോ. ഇതുണ്ട്, ഇത്രയും പാത്രങ്ങളുണ്ട്. ഞാൻ മല്ലിപ്പൊടി 2 പാത്രത്തിലും മുളക് പൊടി 2 പാത്രത്തിലും എടുത്തത്. നമുക്ക് കുറച്ച് അധികം വേണ്ടതല്ലേ. പിന്നെ നമുക്ക് ഉപ്പ് പിന്നിട്ടിരിക്കുന്നതിനുള്ളിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ സ്റ്റീൽ പാത്രം നാശമാവും. പിന്നെ ഒരു തട്ടുണ്ട് കേട്ടോ അടയ്ക്കാനായിട്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ആ സാധനങ്ങളാവാതിരിക്കാം. നമുക്ക് സ്പൂണൊക്കെ വേണേൽ അവിടെ വെക്കാം. അത് കഴിഞ്ഞിട്ട് ഇത് വെച്ച് അടയ്ക്കുകയും ചെയ്യാം. നല്ല പാത്രം കേട്ടോ. കടുകും വറുത്ത് നമ്മളിപ്പോൾ മുളകും കൂടെ ഉണക്കമുളകും കൂടി ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് സവാള അരിഞ്ഞെടുത്ത് അങ്ങോട്ട് ഇട്ടു കേട്ടോ. സവാള നന്നായിട്ട് വഴണ്ട് വന്നോട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് കപ്പയൊക്കെ നന്നാക്കി എടുക്കാം കേട്ടോ. കപ്പ നന്നാക്കിയിട്ട് വേവിച്ചെടുക്കണം ഇനി. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്തും കൂടി എടുക്കണം ഇതിനായതുകൊണ്ട്. നല്ല തേങ്ങാക്കൊത്ത് സാധാരണ ഇവിടെ ചിക്കൻ കറി വെക്കുമ്പോൾ ഇടും. എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. അച്ചയ്ക്ക് മാത്രം വലിയ ഇഷ്ടമില്ലാത്തുള്ളൂ. അച്ചയ്ക്ക് പല്ലൊക്കെ കുറച്ച് പോയിട്ടുണ്ട്, അപ്പോൾ കടിക്കാൻ പാടാം. അതുകൊണ്ട് അച്ചയ്ക്ക് മാത്രം വലിയ താല്പര്യമൊന്നുമില്ല. വേറെ എല്ലാവർക്കും തേങ്ങാക്കൊത്ത് ഇഷ്ടമാണ്. കുറച്ച് ഇതിനാകുമ്പോൾ എന്തായാലും ഇച്ചിരി തേങ്ങാക്കൊത്തൊക്കെ ഉണ്ടെങ്കിലാണ് നല്ലത്. സവാള വഴണ്ട് വന്നിട്ടുണ്ടേ. നമ്മൾ അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചോപ്പ് ചെയ്തതും കൂടി ഇടുക. പുഴുങ്ങാൻ പാകത്തിന് അരിഞ്ഞെടുക്കാവേ. ഇതിങ്ങനെ നല്ല കപ്പയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ എങ്ങനെയായിരിക്കും എന്ന് അറിയത്തില്ല കേട്ടോ. ഒരുപാട് വേവുണ്ടോ അങ്ങനെ അറിയത്തില്ല. നമുക്ക് ആദ്യം ഒന്ന് പുഴുങ്ങിയെടുത്തിട്ട് പാലൊക്കെ ഒഴിച്ച് കടുക് വറുത്തെടുക്കുക. ഈ പാൽക്കപ്പ ആകുമ്പോഴേ തീരെ വെന്തില്ലേലും കൊള്ളത്തില്ല. ഒരു വങ്ങടങ്ങ് വെന്തോണൊക്കെ ഇച്ചിരി കടിക്കാൻ അവിടെ ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ ഇത്തിരി നല്ലതാണ്. മല്ലിപ്പൊടി ഇടുക. മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. മസാലപ്പൊടി ഇടുന്നുണ്ട്. മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് പച്ചമുളകും തക്കാളിയും കൂടെ ചോപ്പ് ചെയ്തിടുവാണേ. ഇച്ചിരി മുകളിൽ പിടിച്ചോ ക്യാമറ. ലോങ് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അടച്ചു വെക്കാൻ പോവാ. വെള്ളമില്ലാതെ നിന്ന് വരട്ടി എടുക്കണം കേട്ടോ. ചിക്കനിലെ വെള്ളം തന്നെയാണ് ഇതിൽ ഇറങ്ങിയിരിക്കുന്നത്. ഇതിലൂടെ കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇടുന്നുണ്ട്. ചിക്കൻ നന്നായിട്ട് വരട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. വെള്ളം ഒഴിക്കാതെ തന്നെ തീയൊക്കെ കുറച്ച് വെച്ച് ഒന്ന് വരട്ടിയെടുത്തു. വരട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വലിയ ഉരുളി എടുത്തത്. ഈ ചട്ടിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൂടിയിരിക്കത്തില്ലേ, ഇതാകുമ്പോൾ അങ്ങനെ ഇരിക്കത്തില്ല. നന്നായിട്ട് നമുക്കിങ്ങനെ ഫുള്ള് വലിയ ഉരുളിയാണെങ്കിൽ അങ്ങോട്ട് നിരത്തിയിടുവാണെങ്കിലേ വേഗം ഉണങ്ങി നല്ല ഇതായിട്ട് കിട്ടുമല്ലോ. ചിക്കൻ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇറക്കാനായിട്ട് പോവുകയാണ്. തേങ്ങാക്കൊത്തും മസാല എല്ലാം കുറച്ച് നല്ല സെറ്റായിട്ടുണ്ട്. നമുക്ക് കപ്പയും വേവിച്ചെടുത്തേ. അപ്പോൾ ഒന്ന് കടുകും കൂടെ വറുത്തെടുക്കാം കപ്പയ്ക്ക്. നമുക്കിതിന് വേണ്ടിയിട്ട് ചെറിയുള്ളി ചതച്ചെടുക്കണേ. ഒരു ചെറിയുള്ളി തേങ്ങാപ്പാലിൽ വീണം ചെറിയുള്ളി ഒന്ന് ചതച്ചെടുക്കണം. കുഞ്ഞ് ചെറിയുള്ളി ആട്ടോ, ഒരുപാട് വലിപ്പമൊന്നുമില്ലാത്ത
ഒന്ന് ചതച്ചെടുക്കട്ടെ. ചട്ടി അടുപ്പത്ത് വെച്ചു കടുക് വറുക്കാനുള്ളത്. ഇടുവാണ്. ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലോട്ട് ഇനി കപ്പ ഇടാനായിട്ട് പോവുകയാണ്. ഇതിലേക്ക് നമ്മൾ രണ്ടാം പാൽ ഒഴിക്കുകയാണ്. തേങ്ങാപ്പാൽ രണ്ടാം പാലിൽ ഇട്ടിട്ട് ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. ഒരുപാടില്ല, എന്നാലൊന്ന് ഇതാക്കി എടുക്കുന്നുണ്ട്. ഒരുപാട് വെന്തിട്ടില്ല കപ്പ. ഇതിലേക്ക് ഒന്നാം പാലും കൂടെ ഒഴിക്കുവാണേ. ഇതേ പാൽക്കപ്പ റെഡി ആയിട്ടുണ്ടേ. നമ്മളിനി ഇത് ഇറക്കാനായിട്ട് പോവാം. കഴിക്കട്ടെ. പോയിട്ട് കഴിക്കാൻ എടുക്കുവാണേ. ഒരു വാഴയിലേക്ക് എടുത്തിട്ടുണ്ട്. വാഴയിലയിൽ ചൂട് പാൽക്കപ്പ വെച്ച് കഴിക്കാനായിട്ട്. കഴിക്കുവാണേ. ചിക്കൻ വരട്ടിയതും പാൽക്കപ്പയ്ക്ക് ഇച്ചിരി കൂടെ ചാറുണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ, കുഴച്ച് കഴിക്കാനായിട്ട്. ഇത് തീരെ ചാറില്ല. കപ്പയ്ക്ക് നല്ല വേവുള്ള കപ്പയായിരുന്നു. കുറച്ചുകൂടെ വെന്താലും ഇത് കുഴപ്പമില്ല. ഇത് പാകത്തിന് വെന്തിട്ടേ ഉള്ളൂ. കഴിക്കട്ടെ. നമ്മൾ കുറച്ച് നീലക്കാച്ചിൽ പറിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. ഇത് വിത്തിന് വേണ്ടിയിട്ടാണ്. ഒരുപാട് പേര് നമ്മളോട് നീലക്കാച്ചിലിൻ്റെ വിത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരുപാട് വിത്തൊന്നുമില്ല. നല്ല നീല കളറുള്ള കാച്ചിലാണ്. നല്ല അത്യാവശ്യം ഉണ്ട് കാച്ചിലും. ഒരുപാടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഉള്ളത് നമ്മൾ പറിച്ചിട്ട് ഇവിടെ അടുത്ത 2-3 ചേട്ടന്മാരുടെ അടുത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കുറേശ്ശെ പറിച്ചിട്ട് നമ്മൾ വെച്ചേക്കുവാണ് കേട്ടോ വിത്തിന് വേണ്ടിയിട്ട്. ഇത് മുറിച്ച് ഇനി ചാണകപ്പൊടിയിൽ ദാരത്തിലേക്ക് ഇട്ട് വെക്കണം. അപ്പോൾ അതിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ ഇനി ചെയ്യണം. ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടാട്ടോ നമ്മൾ വിത്തിന് വെക്കുന്നത്. ഈ ഒരു നമ്മൾ സാധാരണയായിട്ട് വെക്കുന്ന ആ ഒരു പരുവത്തിന് തന്നെയാണ് കേട്ടോ നമ്മൾ മുറിക്കുന്നത് കേട്ടോ. ഇതേപോലെ മുറിച്ചിട്ട് നമ്മളിത് ചാണകപ്പൊടിയിൽ ഇനി വെക്കണം. അപ്പോൾ ഒരുപാട് പേര് വിത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് പേര്. നമുക്ക് എത്ര പേരെ ചോദിച്ചതെന്ന് അറിയത്തില്ല. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പോയതുകൊണ്ട് നമുക്ക് കൊടുക്കാനും പറ്റിയില്ല. എന്തായാലും അപ്പോൾ ഈ പ്രാവശ്യം കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. 2-3 കൊത്തൊക്കെ ഇതിൻ്റെ മുകളിൽ കൂടെ കൊത്തുന്നുണ്ടേ. ഇത്രയും നീലക്കാച്ചിലുണ്ട്. ഇങ്ങനെയുള്ള കഷ്ണങ്ങളൊക്കെ നടുവിടെ ഒന്നുകൂടെ മുറിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് നല്ല കളറുള്ള കാച്ചിലാണ് കേട്ടോ. ചില സ്ഥലത്തെ കാച്ചിൽ ഈ വെള്ളക്കാച്ചിലും കൂടെ ഉണ്ടെങ്കിൽ അത് വെള്ളയും അതുപോലെ തന്നെ ഈ വയലറ്റും കൂടെ മിക്സായിട്ട് വരും. അപ്പോൾ അതെടുക്കുന്നില്ല. ഫുള്ള് നല്ല കളറുള്ള കാച്ചിൽ മാത്രമേ എടുക്കുന്നുള്ളേ. അത് ചിലപ്പോൾ ഇനി നടുവൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് കളർ വ്യത്യാസം വരും. അതുകൊണ്ട് പിന്നെ അതെടുത്തിട്ടില്ല. ഇത് മാത്രമേ എടുത്തിട്ടുള്ളേ. ഈ കാച്ചിൽ നമ്മളിങ്ങനെ മുറിച്ച് വെച്ചാൽ മുളയ്ക്കും കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് വെച്ചിട്ട് അതൊക്കെ മുളച്ചായിരുന്നു. അത് മുളച്ചിവിടെ നമുക്ക് നടാൻ അവസാനം ആയപ്പോഴത്തേക്ക് സ്ഥലം കുറവായിപ്പോയി. നട്ടതൊക്കെ ആണെങ്കിൽ മുളച്ചതുമില്ല. എല്ലാം നട്ടായിരുന്നു കേട്ടോ. ഒന്നും നടാതിരുന്നൊന്നുമില്ല. പറമ്പിൽ വാഴയൊക്കെ നട്ടിട്ടേ എവിടെയും കൊണ്ടുപോയി ഇത് വള്ളി കയറി പടരത്തില്ലേ. ഉള്ള സ്ഥലത്തൊക്കെ നട്ടതായിരുന്നു. പിന്നെ ഈ പന്നി കയറി കളയാത്ത സ്ഥലമൊക്കെ അങ്ങനെയൊക്കെ നോക്കി വേണമല്ലോ നടാനായിട്ട്.
കാച്ചിൽ ഇതേ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്, മുറിച്ച് കൊത്തിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് വെള്ളം വലിയാൻ വേണ്ടി കുറച്ച് നേരം വെക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം തന്നെ ചാണകപ്പൊടിയിൽ ഇടുന്നില്ല, കുറച്ച് നേരം വെച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് വലിഞ്ഞ് ഇപ്പം കുറച്ച് നേരം ഇങ്ങനെ വെക്കുമ്പോൾ ഇതിൻ്റെ കളറ് മാറി വരും കേട്ടോ. കാച്ചിൽ മുറിച്ച് വെച്ച് അങ്ങനെയാണ് വേഗം ഒരു മഞ്ഞ കളർ പോലെ വേഗം വരും. അല്ല അപ്പോൾ ഇതൊന്ന് കുറച്ച് നേരം വെച്ചിട്ട് ചാണകപ്പൊടിയിലിടാം. ഞങ്ങൾ കുറച്ച് നാരങ്ങ പറിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ അച്ഛനൊക്കെ ഇവിടെ കുരുമുളകും കാപ്പിക്കുരും ഒക്കെ പറിച്ചുകൊണ്ടിരിക്കുക. കാപ്പിക്കുരും കുരുമുളകൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അത് പറിച്ചുകൊണ്ടിരിക്കുമായിരുന്നേ. അപ്പോൾ നല്ല കുറച്ച് നാരങ്ങ ഉണ്ട് അച്ചാറൊക്കെ ഇടാനായിട്ട്. പച്ച പടി നിർത്താറായി, കുരുമുളക് പറിച്ച് പോകാനായി. അച്ഛനൊക്കെ പറിച്ച കുരുമുളക് കിട്ടും, പച്ചക്കുരുമുളക്. ഇത് കൊണ്ടുപോയി മെതിച്ചിട്ട് ഉണങ്ങാനിടണം. ഇത് ആദ്യത്തെ കുരുമുളകാണ് കേട്ടോ. ചിലതൊക്കെ തീരെ വലിപ്പം കുറവാണ്, ചിലതൊക്കെ നല്ല വലിപ്പമുള്ള നല്ല മുളകും. പഴുത്തും തുടങ്ങി. സാധാരണ ഈ സമയമാകുമ്പോൾ മുളക് പഴുക്കുന്നല്ല കേട്ടോ, പ്രശ്നം നേരത്തെ പഴുത്തു തുടങ്ങി. മഴ പെയ്തിട്ടില്ലേ വേനൽക്കാലത്ത്. ഈ വടിക്കപ്പുളിയായിട്ട് പറിക്കുന്നത് കറിനാരങ്ങ ഒരു 5-6 ഈ നരകത്തിലുണ്ട്. പിന്നെ വേറെ താഴെ ഒരു നരകത്തിലാട്ടോ വേറെ നിൽക്കുന്നത്. പറിക്കണേ മോളി കയറേണ്ടി വരും, അത്യാവശ്യം നല്ല ഹൈറ്റുള്ള മരമാണ്. താഴെ വീണ് ചതയാതെ പറിക്കണം, ചതഞ്ഞാൽ കഴിക്കുന്ന പറയുന്നത്. പിന്നെ പറിക്കാം. നാരങ്ങ പറിച്ചെടുത്തു കേട്ടോ. അച്ഛൻ ഈ കുരുമുളക് പറിക്കാൻ വേണ്ട മുണ്ടുണ്ടായിരുന്നു, ആ മുണ്ടും പിന്നെ ഇവിടെ നിന്ന് തന്നെ ഒരു തോട്ടിയും കൂടെ എടുത്തിട്ട് കേട്ടോ നാരങ്ങ പറിച്ച് അതേയാതെ മുണ്ട് വെച്ച് പിടിച്ചു. ഞാനും അമ്മയും കൂടി പിടിച്ചുകൊണ്ട് ഏട്ടൻ പറിച്ചിട്ടു. അങ്ങനെ പറിക്കുകയോ ചെയ്ത് ചതയാതെ നമുക്ക് കുറച്ച് നല്ല നാരങ്ങ കിട്ടിയിട്ടുണ്ട്. ഇനി അപ്പുറത്ത് വേറൊരു മരം കൂടി ഉണ്ട്, അവിടെയും കൂടെ പോയിട്ട് പറിക്കണം. 8-9 നാരങ്ങയുണ്ട്. ഈ താഴെ ഒരു നാരകത്തിലും കൂടി ഉണ്ട്, പോയി നോക്കട്ടെ എത്ര നാണ്ട് പഴുത്തേണ്ടതെന്ന് അറിയില്ല. അവിടെ പഴുത്തതേ പറിക്കുന്നുള്ളൂ, അവൻ ചെനച്ച് കളർ മാറി തുടങ്ങിയത് നല്ല പഴുത്തത് മാത്രമേ പറിക്കുന്നുള്ളൂ. നാരങ്ങ പറിക്കാൻ നമ്മുടെ പഴയ വീടിൻ്റെ അങ്ങോട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. തിരിച്ച് വീടിൻ്റെ അങ്ങോട്ട് വന്ന് പണ്ടും കപ്പളങ്ങ പറിക്കാൻ ആരെങ്കിലും ഉണ്ടോ നോക്കിയിരിക്കുമായിരുന്നു. അപ്പം നമ്മൾ നേരെ അങ്ങോട്ട് പോയി കപ്പളങ്ങ പറിക്കാൻ വേണ്ടിയിട്ട്. തൊട്ടപ്പുറത്ത് തന്നെയായിരുന്നു കേട്ടോ, നല്ല പഴുത്ത കപ്പളങ്ങ. ആരെങ്കിലും പിടിച്ചിട്ടില്ലെങ്കിൽ താഴെ വീണത് ചമ്മന്തിയാവും, അതുപോലെ നന്നായിട്ട് പഴുത്തായിരുന്നു നിന്നത്. കപ്പളങ്ങയും പോയി പറിച്ചെടുത്തു. നാരങ്ങയായി ഇനി വീട്ടിൽ പോവാം, വീട്ടിലേക്ക് പോവാൻ. ഇനി നാരങ്ങ എടുത്ത് നമുക്ക് കാരയ്ക്ക് പോകണം. താഴെയും കപ്പളങ്ങ ഉണ്ട്, അതും കൂടെ പോയി പറിക്കട്ടെ. ഇത് മധുരം കുറവാന്ന് കേട്ടോ പറഞ്ഞത്, നമ്മൾ നോക്കട്ടെ പോയിട്ട്. ഞങ്ങൾ മറ്റേ മാജിക് ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു, വായിൽ ഇട്ട് കടിച്ച് കഴിഞ്ഞാൽ മധുരം വരുന്നത്. അത് കഴിച്ചിട്ട് കുറച്ച് ആമ്പങ്ങയൊക്കെ കഴിച്ച് നോക്കി, നല്ല മധുരം കേട്ടോ. കപ്പളങ്ങ കഴിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല, എത്ര നേരത്തേക്ക് ആ മധുരം വായിൽ നിൽക്കുന്നു അറിയില്ലേ, നോക്കട്ടെ. നമ്മൾ അച്ചാറിടാനുള്ള ഉരുളി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അച്ചാറിടാനായിട്ട് ഉരുളി നോക്കിക്കൊണ്ടിരുന്നത് നല്ല ഓടിൻ്റെ ഉരുളിയാണ് കേട്ടോ, ഓട്ടുരുളി. അതാകുമ്പോൾ പുളി ആയാലൊന്നും കുഴപ്പമില്ല. ഇൻഡാലിയത്തിൻ്റെ അലുമിനിയത്തിൻ്റെ ഉരുളിയിലൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല പുളിയുള്ള സാധനങ്ങളൊക്കെ അച്ചാറിടുക, വിനാഗിരി ഒഴിച്ചിട്ടുള്ള അച്ചാറിടുമ്പോൾ അതിങ്ങനെ പൊരിഞ്ഞ് വരും, അലുമിനിയം ഇതിൽ വരും, അച്ചാറിൽ വരും. അത് ഒട്ടും നല്ലതല്ല. അപ്പോൾ നമ്മൾ ഒരുപാട് നാളായിട്ട് ഉരുളി നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഉരുളി ഉരുളിയെല്ലാം എടുത്ത വാർപ്പാണ് എടുത്തത്. ഉരുളിയാകുമ്പോൾ കുറച്ചുകൂടെ പരന്നായിരിക്കും, നമ്മൾ എടുത്തിരിക്കുന്ന വാർപ്പാണ്. അപ്പോൾ ഇത് ഒരുപാട് അന്വേഷിച്ചിട്ട് ഉരുളിയും വാർപ്പൊക്കെ ഒരുപാട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. പല സ്ഥലങ്ങളിൽ പോയി അന്വേഷിച്ചു, നമ്മൾ എറണാകുളത്ത് വരെ പോയി അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു, തൃശ്ശൂർ അവിടെയൊക്കെ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് നല്ലൊരു ഉരുളി കിട്ടാനായിട്ട് അല്ലെങ്കിൽ ഒരു വാർപ്പ് കിട്ടാനായിട്ട് വലിപ്പമുള്ളത് നമുക്ക് അച്ചാർ അത്യാവശ്യമൊക്കെ ഇടാനായിട്ട് പറ്റുന്നത്. അതുകൊണ്ടാണ് അച്ചാർ ഇട്ട് തുടങ്ങാതിരുന്നത്. ഇടുന്ന സമയത്ത് കുറച്ച് അധികം ഇട്ടാലല്ലേ എല്ലാവർക്കും കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷെ നമുക്ക് വലിയൊരു പാത്രം കിട്ടാതെ ആയതുകൊണ്ടാണ് എല്ലാവരും ചോദിക്കലുണ്ട്, അച്ചാർ എന്താ കൊണ്ടുവരാത്ത, അച്ചാർ എന്താ ഇടാത്ത, അച്ചാർ നിങ്ങൾ എന്താ ചെയ്യാതിരിക്കുന്നതെന്നൊക്കെ. പാത്രം കിട്ടാത്തതുകൊണ്ട് തന്നെയായിരുന്നു. നല്ലൊരു ഉരുളി കിട്ടി, അത് ഫസ്റ്റ് ക്വാളിറ്റി തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഞങ്ങൾ സെക്കൻഡും നോക്കിയിട്ടുണ്ടായിരുന്നു, പുതിയതും നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതിനൊരു കിലോ പഴയതിന് തന്നെ ഒരു 1000 രൂപയുടെ അടുത്ത് വരുന്നുണ്ട്. ഇതിനൊരു 10-70 കിലോ ഉണ്ട് ഈ ഉരുളി. ഒരു 70,000 രൂപയോളം വന്നിട്ടുണ്ട് ഈ ഒരു ഉരുളിക്ക് തന്നെ, അല്ലെങ്കിൽ ഈ ഒരു വാർപ്പിന് തന്നെ. അത് പല സ്ഥലങ്ങളിൽ നോക്കിയപ്പോൾ അതിൽ റേറ്റ് കൂടുതലും, പുതിയതാകുമ്പോൾ 1300, 1400, 1500 അങ്ങനെയൊക്കെ പല ഡിസൈനും ഇതൊക്കെ അനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു സെക്കൻഡ് നമുക്ക് ഉരുളി കിട്ടിയപ്പോൾ നമ്മളത് എടുത്തു. ഇത് ഒരുപാട് വർഷം പഴക്കമുള്ളതാണ് കേട്ടോ, 1962 ഉരുളി. പക്ഷേ അവിടെ കടക്കാരാണേലും പലരും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴത്തെ ഇതിനെക്കാട്ടി നല്ലത് മെറ്റീരിയൽ എപ്പോഴും നല്ലത് വർഷങ്ങൾക്ക് മുന്നത്തെയാണ്. അതാകുമ്പോൾ വേറെ കളർപ്പോ മിക്സോ കാര്യങ്ങളോ ഉണ്ടാവില്ല, നല്ലതായിരിക്കും. നല്ല ഈ ഓട്ടുരുള്ളി തന്നെ മഞ്ഞ കൂടിയതിന് അത്ര ക്വാളിറ്റി ഇല്ലാത്തതാണ്, വെള്ള കൂടിയത് നല്ല ക്വാളിറ്റി ഉള്ളതാണ് പറഞ്ഞിരുന്നത്. ഇതൊരു വെള്ള കൂടിയതാണ്, അപ്പോൾ ഒരുപാട് ഇങ്ങനെ മഞ്ഞപ്പ് കളർ ഉണ്ടാവില്ല. പിന്നെ ഇതൊന്ന് നമുക്ക് നന്നായിട്ട് തേച്ച് വൃത്തിയാക്കി എടുക്കണം കേട്ടോ. നമ്മുടെ നാരങ്ങയോ അല്ലെങ്കിൽ പുളിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് നമ്മുടെ വിളക്കൊക്കെ തേക്കില്ലേ, ഓട്ട് സാധനങ്ങൾ തേക്കില്ലേ, അതേപോലത്തെ എന്തെങ്കിലും വെച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വേണം നമുക്ക് നാളെ അച്ചാറിടാൻ. അതിന് മുന്നേ നമുക്കിത് കൊണ്ടുപോയിട്ട് വെള്ളം തിളപ്പിക്കണേ. തിളപ്പിച്ച് 2-3 പ്രാവശ്യം വെള്ളം തിളപ്പിച്ച് കളഞ്ഞ് വൃത്തിയാക്കി വെക്കണം. എന്നിട്ട് വേണം ഇതിൽ നാളെ അച്ചാറിടാനായിട്ട്. നമ്മൾ കുറച്ച് നാരങ്ങയും കൂടെ പറിക്കാനായിട്ട് വന്നു കേട്ടോ. നാരങ്ങ കുറച്ചധികം വേണം. പിന്നെ 2-3 സ്ഥലത്ത് വേറെ കൊണ്ടുവരുന്നുണ്ട്, പറിച്ചവർ കൊണ്ടുതരും. നമ്മളുള്ള സ്ഥലത്തൊക്കെ നമ്മളും പോയി പറിച്ചെടുക്കുന്നുണ്ട്. ഇത് നല്ല വടുകപ്പുളി നാരങ്ങ എല്ലാം പഴുത്ത് നിൽക്കുക കേട്ടോ. ഇപ്പോൾ പറിച്ച എന്ത് ചെയ്യുക ഒന്ന്
മരത്തിൽ നിൽപ്പുണ്ട്, അതും കൂടെ ഒന്ന് പറിച്ചെടുക്കണേ. നമ്മൾ നാരങ്ങ പറിച്ച് വരുന്ന വഴിക്കേ ചീര കണ്ടുട്ടോ, നല്ല ചുക്കുട്ടി ചീര. ഒരുപാട് ഗുണങ്ങളുള്ളതാണ്, കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുത്താലും നമ്മൾ കഴിച്ചാലും നല്ലതാണേ. അപ്പോൾ നല്ല ചീര ഇവിടെ നിൽക്കുന്നു, നിറയെ ഉണ്ട്. അതിങ്ങനെ കാട് കയറി കിടക്കും, അതിൻ്റെ ഇടയിൽ മുളച്ച് വന്നേക്കുന്ന കേട്ടോ. അപ്പോൾ നമുക്കുള്ളൊരു തോരനുള്ള ചീരയുണ്ട്, ആ ചീര ഒന്ന് പറിച്ചെടുക്കുക കേട്ടോ. കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ചീര പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട്. ഇതിന് ചുക്കിട്ടി ചീര എന്നാട്ടോ പറയുക, മുന്തിരി ചീര, മണിച്ചീര എന്നൊക്കെ പറയുന്ന വീഡിയോയിൽ പലരും കമൻറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. ഒരുപാട് ഗുണങ്ങളുള്ള ചീരയാണ്, കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവും. നമ്മുടെ മറ്റേ സാധാ വാങ്ങണ ചീരേനെക്കാട്ടിലും നല്ലതാണ്. ഒടിച്ചെടുക്കണം ഉള്ളൂട്ടോ, ഒന്ന് വീട്ടിൽ പോയിട്ട് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. നാരങ്ങ അതൊന്ന് കഴുകിയും കൂടെ വെക്കണം കേട്ടോ, കഴുകി വെള്ളം കളഞ്ഞ്. അല്ലെങ്കിൽ പിന്നെ ഇതൊന്ന് നമ്മൾ ഇതിൻ്റെ ചോന കളയാൻ വേണ്ടി കത്തിക്കുകയാണ് ചെയ്യുക. കത്തിച്ചിട്ട് കഴുകിയാലും മതി. എന്തായാലും ആ കത്തിച്ച് കഴിയുമ്പോൾ ഒന്ന് കഴുകണം, കഴുകി തുടച്ച് വെള്ളമൊക്കെ കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ കഴുകിയാലും മതി. പിന്നെ ചെളിയിലൊക്കെ വീണിട്ടുണ്ടായിരുന്നു, അത് അപ്പത്തന്നെ തോട്ടിൽ നിന്ന് കഴുകി എടുത്തിട്ടാണ് പോകുന്നത്. പിന്നെ ബാക്കിയുള്ളതൊന്നും നിലത്ത് അങ്ങനെ വീണിട്ടില്ല. നമ്മളെല്ലാം തുണി പിടിച്ച് മുണ്ട് പിടിച്ച് അങ്ങനെയൊക്കെ പറിച്ചേക്കുന്നുണ്ട്, നെറ്റൊക്കെ പിടിച്ച് പറിച്ചേക്കുന്നതുകൊണ്ട് ഒന്നും പോയിട്ടില്ല. കൊതുകോ? നമുക്ക് ഇത്രയും ചീര കിട്ടിയിട്ടുണ്ട്. ഇതിൽ എല്ലാ ചീരയൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ, വേഗം വന്നേക്കുന്നതുകൊണ്ടേ അടിയിൽ നിന്ന് ഒടിച്ചൊടിച്ചൊടിച്ച് എടുക്കുക ചെയ്ത്. അതിൽ നല്ല ഇളം തണ്ടും ഇലയൊക്കെ തന്നെ എടുക്കാൻ പറ്റത്തുള്ളൂ. ഇതൊന്ന് വൃത്തിയാക്കി എടുക്കണം. കഴുകി വെച്ചാൽ നാളെ തോരൻ വെക്കാനുള്ള ചീരയുണ്ട്. പിന്നെ നമുക്ക് നാളെ നാരങ്ങ അച്ചാർ ഇടുന്നുണ്ട്. അപ്പോൾ അമ്മായിയും വരുന്നുണ്ട്, ചേച്ചിയൊക്കെ വരുന്നുണ്ട് അച്ചാറിടാനായിട്ട്. നമ്മൾ ഒരു 40 കിലോളം നാരങ്ങയുണ്ട്. നമുക്ക് തന്നെ അത് അച്ചാറിടാനായിട്ട് പറ്റില്ല, ആരെങ്കിലുമൊക്കെ വേണം. എന്നാലേ നമുക്ക് എല്ലാം കൂടെ അരിഞ്ഞ് വൃത്തിയാക്കി പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ പൊളിച്ച് അച്ചാറിടാനായിട്ട് പറ്റത്തുള്ളൂ. ഉരുളി കഴുകിയിട്ടില്ല, ഉരുളി കഴുകണം. പിന്നെ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നാളത്തേക്ക് കുറച്ച് റെഡിയാക്കാൻ വെക്കാൻ പറ്റുന്നതൊക്കെ റെഡിയാക്കി വെക്കണം. അങ്ങനത്തെ കുറച്ച് പണികളുണ്ട്. മിക്കവാറും ചിലപ്പോൾ ഇന്ന് വെളുത്തുള്ളി പൊളിക്കണം, അങ്ങനത്തെ പരിപാടികളൊന്നും നടക്കില്ല. ഇനി കുളിക്കണം. പിന്നെ കുറച്ച് ഓർഡർ വന്നേക്കുന്നത് പാക്ക് ചെയ്യാനൊക്കെ ആയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനത്തെ കുറച്ച് പണികൾ. ഇനി കുളിക്കാൻ പോവുകയാണേ. ഞങ്ങളിനി കിടക്കാനായിട്ട് പോവുകയാണേ. ഋഷിക്കുട്ടന് ഉറങ്ങി, ഞങ്ങൾ ഉറങ്ങാൻ പോവുകയാണ്. ഉറക്കം വരുന്നുണ്ടോ എന്നാ? ഇല്ല, ഭക്ഷണമൊക്കെ കഴിച്ചു ഞങ്ങളൊക്കെ. എന്തായാലും ഇത്തിരി തണുപ്പ് കുറവുണ്ട്. ഇടയ്ക്കൊരു മൂഡിലുണ്ടായിരുന്നു, അതിൻ്റെ തോന്നുന്നു തണുപ്പ് കുറവ്. ചില ദിവസങ്ങളിൽ ഇതേപോലെ തണുപ്പ് കുറവൊക്കെ ആയിട്ട് നിൽക്കും കേട്ടോ. എന്നിട്ട് രാവിലെ നേരം വെളുക്കുമ്പോഴത്തേക്കും നല്ല തണുപ്പ് ആവും. എന്നാൽ കുറച്ച് കുറവുണ്ട്. രാവിലെ ആകുമ്പോൾ എങ്ങനെയാവുമെന്ന് അറിയത്തില്ല. കുഞ്ഞു ഉറങ്ങി, ഞങ്ങൾ ഇനി ഉറങ്ങാൻ പോകും. നമ്മുടെ പുൽക്കൂടും മറ്റേ ക്രിസ്മസ് ട്രീ അങ്ങനത്തെ സംഭവങ്ങളൊന്നും അത് മാറ്റിയിട്ടില്ല കേട്ടോ, ലൈറ്റൊന്നും മാറ്റിയിട്ടില്ല. അതൊക്കെ ഇനി അതിൻ്റെ ആ ഡെക്കറേഷനൊക്കെ എടുത്ത് മാറ്റണം. ബാക്കി ലൈറ്റൊക്കെ അങ്ങനെ തന്നെ ഇടാമെന്ന് കേട്ടോ വിചാരിച്ചു. അത് എടുത്ത് വെച്ചാൽ അത് പോകത്തേ ഉള്ളൂ. ഞങ്ങളിതിന് മുന്നേയൊക്കെ എടുത്ത് വെച്ചാൽ അതൊക്കെ നാശമായിപ്പോയി. അപ്പോൾ ഇതെന്തായാലും എടുത്ത് മാറ്റണില്ല. ഞങ്ങളിനി കിടക്കാൻ പോകും. ഞാൻ അത് വായിൽ വെക്കല്ലേടാ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ബൈ ബൈ, ഷീ യു. ശരി.